അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച ധാരണാപത്രത്തിലെ 14 വ്യവസ്ഥകൾ പുറത്തു വന്നു. അപ്പോൾ അത് വായിച്ചു നോക്കുമ്പോൾ എന്തുകൊണ്ടും ഇറാന് കോളടിച്ച രീതിയാണ് നമ്മൾ കാണുന്നത്. ആ ധാരണാപത്രം അതേപോലെ ഒരു കരാറായി മാറുകയാണെങ്കിൽ എന്തുകൊണ്ടും അത് ഇറാന് ഗുണകരമാകും എന്ന് മാത്രമല്ല ലോകത്തിനെല്ലാം നല്ലൊരു കാര്യം തന്നെയാണ്. ഇറാൻ നന്നാകുന്നതിൽ നമുക്കാർക്കും വലിയ വിരോധമൊന്നുമില്ല. ഇപ്പോൾ പ്രസിഡന്റ് ട്രംപ് പോലും ഇറാൻ ഒരു വലിയ രാജ്യവും മഹത്തായ ഒരു രാജ്യമാണെന്നുള്ളൊരു നിലപാടിലേക്കാണ് വന്നിരിക്കുന്നത്. ഇറാനൊരു ദോഷം സംഭവിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. പിന്നെ കള്ളക്കളികളൊക്കെ കാണിച്ചാൽ ബോംബിങ്ങിന് യാതൊരു മടിയുമില്ല എന്ന് തറപ്പിച്ച് പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ കരാറിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ അണ്വായുധം ഉണ്ടാക്കില്ല എന്നുള്ളത് ഇറാൻ്റെ എക്കാലത്തെയും നയമായിരുന്നു. അത് ആയത്തുള്ള ഖമനേയും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ ഇതുണ്ടാക്കാൻ പോകുന്നില്ല, ഇത് വാങ്ങാനും പോകുന്നില്ല, പാകിസ്ഥാനൊക്കെ റെഡിയാണ് കൊടുക്കാൻ എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു, നമുക്കറിഞ്ഞുകൂടാ. അപ്പോൾ അതിനൊന്നും പോവില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴത് ഒരു കരാറിലൂടെ അങ്ങ് ഒപ്പുവെച്ച് അത് പറയുന്നു എന്ന് മാത്രം. അതിപ്പോൾ ഒബാമയുടെ കാലത്തുണ്ടാക്കിയ കരാറിലും അത് തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. പിന്നെ എന്ന് മാത്രമല്ല ഇനിയിപ്പം അന്താരാഷ്ട്ര കണ്ണുകൾ ഇനി അവർ ഇതുണ്ടാക്കാൻ പോകുന്നുണ്ടോ എന്നുള്ളത് പരതിക്കൊണ്ടിരിക്കും, എപ്പോഴും വീക്ഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതൊരു പ്രശ്നമായി മാറും ഇനി ഇറാന് അതിനുവേണ്ടി മുതിർന്നാൽ. അപ്പം അതൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അവർക്കതിൽ ഒന്നും നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇപ്പോൾ കൈവശമുള്ള ഏതാണ്ട് 1000 പൗണ്ടോളം എൻറിച്ച്ഡ് യുറേനിയമുണ്ട്. അപ്പോൾ അത് ഡസ്റ്റാക്കി മാറ്റണം. ആ ഡസ്റ്റ് ഇറാന് വെളിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ അത് ലഘൂകരിക്കാം. അതിൻ്റെ കടുപ്പം, അതിൻ്റെ ആ ഗ്രാവിറ്റി കുറച്ച് അതിനുള്ള പ്രോസസ്സ് എന്തോ ചെയ്യാൻ പറ്റും. എന്നിട്ട് പിന്നെ അത് വേണമെങ്കിൽ ഈ അണുശക്തി ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്താം. അതിനൊക്കെ വിരോധമില്ല എന്നുള്ള രീതിയിലാണ് ഈ അമേരിക്കയുടെ നിലപാട്. അവർ അണുശക്തി ഉണ്ടാക്കുന്നതിൽ ഈ അണുശക്തി മൂലം വൈദ്യുതി ഉണ്ടാക്കുന്നതിൽ അവർക്ക് അമേരിക്കയ്ക്കോ മറ്റു രാജ്യങ്ങൾക്കോ ഒന്നും എതിർപ്പില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതിനു പുറമേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹോർമൂസിൻ്റെ കാര്യത്തിൽ എന്തായാലും 60 ദിവസത്തേക്ക് ടോളൊന്നും ഈടാക്കിയല്ല. അതിന് ശേഷം ഉള്ള കാര്യമാണ് അറിയേണ്ടിയിരിക്കുന്നത്. അപ്പോൾ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അതിനുശേഷവും അവർ ടോൾ ഈടാക്കാൻ സാധ്യതയൊന്നുമില്ല എന്നാണ് കരുതുന്നത്. ഈ ഹോർമൂസിൻ്റെ ആധിപത്യം കിട്ടുന്ന 2 രാജ്യങ്ങൾക്കാണ്, ഒന്ന് ഇറാനും പിന്നെ തൊട്ടടുത്തുള്ള ഒമാനും. അപ്പോൾ ഈ 2 രാജ്യങ്ങളുടെ സമീപത്താണ് ഈ ഹോർമൂസ് കിടക്കുന്നത്. അപ്പോൾ അതിലൂടെ പോകുന്ന കപ്പലുകൾക്കൊന്നും ഇവർ ടോളൊന്നും പിരിക്കില്ല എന്നാണ് പ്രസിഡന്റ് ട്രംപ് കരുതുന്നത് എന്ന് ഉറപ്പിച്ചല്ല പറയുന്നത്. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം മറ്റ് രാജ്യങ്ങളൊന്നും ഇഷ്ടപ്പെടില്ല. മറ്റ് അറബ് രാജ്യങ്ങളോ മറ്റു രാജ്യങ്ങളോ അതിലൂടെ കപ്പലുകൾ കടന്നു പോകുന്ന ഒരു രാജ്യവും ഈ ടോള് പിരിക്കുന്നത് അംഗീകരിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ടോള് പിരിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും. പക്ഷേ അതേസമയം തന്നെ ഈ ഹോർമൂസ് കടലിരിക്കുന്ന ഒരു അധികാരം ഈ 2 രാജ്യങ്ങൾക്കുമാണ് എന്നുള്ള രീതിയിൽ പ്രസിഡന്റ് ട്രംപ് സംസാരിക്കുകയും ചെയ്തു. അതേതായാലും നല്ല കാര്യം. പക്ഷേ 60 ദിവസം കഴിഞ്ഞ് അവർക്ക് ടോള് പിരിക്കാം. അല്ലെങ്കിൽ ടോളല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള സർവീസ് ചാർജോ എന്തെങ്കിലും അവർക്ക് ഏർപ്പെടുത്താമെന്ന് തോന്നുന്നു. ഇപ്പോൾ സൂയസ് കനാലോ അല്ലെ പനാമ കനാലോ കടന്നു പോകുമ്പോൾ പൈസ കൊടുക്കണം, കാരണം അത് നിർമ്മിച്ചതാണ്. ഇതിപ്പോൾ അതല്ല, ഇത് പ്രകൃതിദത്തമായൊരു ജലപാതയാണ്. അതിനൊരു നിയന്ത്രണം കൊണ്ടുവരാൻ ആർക്കും ഒരു അവകാശവുമില്ല. പിന്നെ ഇറാനും ഒമാനും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് മാത്രം. ഇനി അത് ഒരു കാര്യം. അവിടെയും ഇറാനും ദോഷമല്ല, ലാഭം തന്നെ. ടോള് പിരിക്കാവുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം അവിടെ അവരുടെ ഒരു അധികാരം സ്ഥാപിക്കാനുള്ള അവസ്ഥയെങ്കിലും കിട്ടിയിരിക്കുന്നു. ഇനി മറ്റൊന്ന് ഈ അമേരിക്ക മരവിപ്പിച്ച് വെച്ചിരിക്കുന്ന ഏതാണ്ട് 300 ബില്യണോളം മരവിപ്പിച്ച് വെച്ചതും അതുപോലെ തന്നെ അമേരിക്ക സഹായിക്കാനായിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരു 300 ബില്യണോളം ഡോളർ ഇറാന് കിട്ടുന്ന സ്ഥിതി വന്നിരിക്കുന്നു. അപ്പോൾ ആ പൈസ കിട്ടാൻ തുടങ്ങിയെന്നാണ് പറയുന്നത് ഈ കരാർ വന്നതോടുകൂടി, ഈ ധാരണാപത്രം വന്നതോടുകൂടി തന്നെ. പക്ഷേ അങ്ങനെയല്ല, കരാർ ഒപ്പിട്ടതിന് ശേഷമേ ഇതിൽ കൊടുത്തു തുടങ്ങൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയായാലും ഇത്രയും തുക കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറാൻ എന്നുള്ള രാജ്യത്തിൻ്റെ ആ മുഖച്ഛായ തന്നെ മാറിപ്പോവും. ആ രാജ്യം പ്രോസ്പെരിറ്റിയിലേക്കും വലിയ നേട്ടങ്ങളിലേക്കുമൊക്കെ മാറിപ്പോവും. അപ്പോൾ അത് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ആ പൈസ അമേരിക്ക തന്നെ സൂക്ഷിക്കുന്നതിനെപ്പറ്റി ആലോചിച്ചു. പക്ഷേ അത് ശരിയല്ല, അത് നമ്മുടെ പൈസ അല്ല, അത് മറ്റുള്ളവരുടെ പണമാണ്. അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് യാതൊരു അവകാശവുമില്ല. അതുകൊണ്ട് അവർക്ക് തിരിച്ചു കൊടുക്കണം. നമ്മളത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ മറ്റു രാജ്യങ്ങളാരും നമ്മളെ വിശ്വസിക്കില്ല, ഡോളറിനെ വിശ്വസിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് അവരുടെ പണമാണ്, അത് തിരിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു കാര്യം തന്നെ. അതെല്ലാം കിട്ടിക്കഴിയുമ്പം ഇറാൻ അതിശക്തമായ ഒരു രാജ്യമായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും ഈ ഇറാന്
നല്ല കാലമാണ് പൊതുവിൽ വരുന്നത്. ഇനി ഈ അമേരിക്ക ഒന്ന് ഈ ഇസ്രായേലിനെ ഒന്ന് നിയന്ത്രിച്ച് വെക്കുന്നുണ്ട്, ഇവിടെ നേതാക്കന്മാരെയൊക്കെ തട്ടിക്കളയാതിരിക്കാനായിട്ട്. ഇപ്പം ഖമനായിയൊക്കെ പിന്നെ വധിച്ചത് നമ്മൾ കണ്ടു. ആ രീതിയിലൊന്നും വരാതിരിക്കാനായിട്ട് അമേരിക്കയുടെ ഒരു നിയന്ത്രണവും വരും ഇസ്രായേലിൻ്റെ മേലിൽ. പിന്നെ ലെബനനിലെ കാര്യത്തിൽ ലെബനനിലും വെടിനിർത്തൽ വേണം, പിന്നെ ആക്രമണം ഉണ്ടാവരുത് എന്നുള്ള കാര്യങ്ങളെല്ലാം കരാറിലുണ്ട്. അപ്പം ഫലത്തിൽ ഇസ്രായേലിൻ്റെ മേൽ നിയന്ത്രണങ്ങൾ വരുന്നു. അത് നല്ലതാണോ ദോഷമാണോ എന്നാണ് ഇനി നമുക്കറിയേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാം കൊണ്ടും ഇറാന് പിന്നെ കൊള്ളടിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. ഇറാനിൽ കൂടുതൽ ബോംബിങ്ങൊന്നും ഉണ്ടായില്ല, ആളുകൾ ചത്തില്ല, ഈ തീവ്രവാദികളും അല്ലാത്തവാദികളും എല്ലാം അവിടെ ജീവനോടെ ഇരിക്കുന്നു. അപ്പോൾ ഇനി ഇറാൻ എന്താണ് ചെയ്യേണ്ടത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇനിയിപ്പം ചെയ്യേണ്ടത് സിമ്പിളായിട്ടൊരു കാര്യമേ ഉള്ളൂ. അവിടെയുള്ള ആ മുള്ളാമാരുണ്ടല്ലോ, അവരെ പെടലിക്ക് പിടിച്ച് പുറത്തേക്ക് ഇറക്കി വിടുക, ഇറങ്ങടാന്ന് പറഞ്ഞ് ഇറക്കി വിടുക, കടക്കു പുറത്തെന്ന് അവരോട് പറയുക. അതിനുശേഷം ജനാധിപത്യം പുനഃസ്ഥാപിക്കുക, സ്ഥാപിക്കുക. ആ ഭരിക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്, നമ്മളെ ഭരിക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. അത് വേറെ ആർക്കും ഒരു മുള്ളായിക്കോ ഒരു നേതാവിനോ ഒരു അമീറിനോ ഒന്നും എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമല്ല. ഇനി കിതാബിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ കാലത്ത്, ഇന്നത്തെ കാലം അതല്ല. ഇത് ജനങ്ങൾ തീരുമാനിക്കുന്ന കാര്യം, നമ്മുടെ കാര്യം നമ്മൾ തീരുമാനിക്കുന്നു, നമ്മുടെ അവകാശമുള്ള കാര്യം. അതുകൊണ്ട് അവരെ പെടലിക്ക് പിടിച്ച് പുറത്തിറക്കി വിടുക. ഈ വനിതകൾക്കൊക്കെ ന്യായമായ തുല്യമായ അവകാശങ്ങൾ കൊടുക്കുക. അവരെ പർദ്ദയിട്ട് നടക്കാനും, അതുപോലെ തന്നെ അവർ പഠിച്ചാൽ ഉടനെ അവരെ അവരുടെ തല കൊയ്യാനും, അല്ലെങ്കിൽ അവരുടെ ഈ വസ്ത്രം പർദ്ദ ഇത്തിരി മാറിക്കിടക്കുന്നുണ്ടോ എന്ന് നോക്കി നടക്കാൻ പോലീസ് നടക്കുന്നതും ആ പരിപാടിയൊക്കെ നിർത്തുക. ഒരു മോഡേൺ രാജ്യമായിട്ട് മാറുക. ഒരു മോഡേൺ രാജ്യമായിരുന്നു ഇറാൻ ഈ 79 വരെ, ഈ വിപ്ലവം ഉണ്ടാകുന്ന, ഇസ്ലാമിക വിപ്ലവം ഉണ്ടാകുന്നത് വരെ. അപ്പോൾ ആ ഒരു മോഡേൺ രാജ്യമായിട്ട് തിരിച്ചു വരിക, മറ്റെല്ലാ രാജ്യങ്ങളെപ്പോലെ ആവുക, ജനാധിപത്യം തിരിച്ചു വരിക, ജനാധിപത്യം വരിക, അങ്ങനെ മാറ്റം ഉണ്ടാകുക. പക്ഷേ നേരെ മറിച്ച് അഫ്ഗാനിൽ നമ്മൾ കണ്ടത് 20 വർഷം അമേരിക്ക അവിടെ നിയന്ത്രണത്തിലായിരുന്നിട്ട് കൂടി ആ അമേരിക്ക ഇങ്ങോട്ട് പോന്നപ്പോഴത്തേക്ക് വീണ്ടും താലിബാൻ തിരിച്ചു വരികയാണ് ചെയ്തത്. അത് നിന്ദ്യമായ അതിക്രൂരമായ നിയമങ്ങളൊക്കെ ആയിട്ട്. ഇപ്പം എന്താ ഏറ്റവും പുതിയത്, 9 വയസ്സുള്ള കുട്ടിയെ വരെ വിവാഹം കഴിച്ചയക്കാമെന്ന്. അതാണ് കാരണം. അത് ഖുറാനിലോ മറ്റോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഖുറാനിലും അല്ലെങ്കിൽ ബൈബിളിലും ഒക്കെ അന്തക്കാലത്ത് അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മളത് അതേപടി ഇന്നത്തെ കാലത്ത് പകർത്തണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്മുടെയൊക്കെ ആ തലയ്ക്കകത്ത് എന്താണ് ഇരിക്കുന്നത്? അത് അക്കാലത്ത് അന്നത്തെ സാഹചര്യങ്ങളിൽ പല കാര്യങ്ങളുണ്ടായിരുന്നു. അത് ആ കാലത്ത് ബാധകമായൊരു കാര്യം അത് ഇന്നും നടപ്പാക്കണമെന്ന് പറഞ്ഞാൽ ഈ മതം എല്ലാ കാലത്തേക്കും ഉള്ളതാണ്. അള്ളാഹു പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തു പറഞ്ഞിരിക്കുന്നതൊക്കെ എല്ലാ കാലത്തേക്കും ഉള്ളത് തന്നെയാണ്, സംശയമില്ല. പക്ഷേ ഏതൊക്കെ കാര്യങ്ങളാണ് എല്ലാ കാലത്തേക്കും ഉള്ളത്? ആ മാനവിക തത്വങ്ങൾ അല്ലെങ്കിൽ ഈ ആത്യന്തികമായ കാര്യങ്ങൾ ഇതൊക്കെ ശരിയായിരിക്കാം. എന്നല്ലാതെ ഇങ്ങനെയുള്ള ഈ ലൊട്ടിലൊടുക്ക് കാര്യങ്ങൾ ഈ ഓരോ ദിവസവും എങ്ങനെ പോകണം എന്നുള്ളതിനെ പറ്റി അത് അല്ലാഹു തന്നെ അല്ലെങ്കിൽ ക്രിസ്തു തന്നെ പറയണമെന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? അത് നമുക്ക് കോമൺ സെൻസ് പിന്നെ എന്തിനാണ് തന്നിരിക്കുന്നത്? ഇങ്ങനെ ഈ കിതാബിൽ മാത്രം നോക്കി ഓരോ കാര്യങ്ങളും ചെയ്യാനാണെങ്കിൽ പിന്നെ നമുക്കെന്തിനാണ് കോമൺ സെൻസും അറിവുമൊക്കെ നമുക്ക് തന്നിരിക്കുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും ആ അറിവ് ഉപയോഗിക്കണം. നമ്മുടെ മന്ത്രി KM ഷാജി പറഞ്ഞിരിക്കുന്നത് അല്ലാഹു അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അതിനപ്പുറത്ത് പറയാനായിട്ട് നമുക്ക് അവകാശമുണ്ടോ എന്ന് അദ്ദേഹം വളരെ വികാരഭരിതനായിട്ട് ചോദിക്കുന്നു. അപ്പം ഓരോ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്ന കിതാബിലും അല്ലെങ്കിൽ ഓരോന്നും പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് നമുക്ക് തന്നെ അത് വിലയിരുത്താനും അനലൈസ് ചെയ്യാനും കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ ബുദ്ധി കൊണ്ട് എന്ത് പ്രയോജനം? നമ്മുടെ അറിവ് കൊണ്ട് എന്ത് പ്രയോജനം? നമ്മുടെ അറിവിലൂടെ ഓരോ കാര്യങ്ങളും ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? അപ്പോൾ ഇറാൻകാർ ആദ്യം ചെയ്യേണ്ടത് ഈ മുള്ളാമാരെ നമുക്ക് അവരെ ഒന്ന് പുറത്ത് ചാടിച്ചിട്ട് ജനാധിപത്യം ഒന്ന് ഉണ്ടാവട്ടെ. അങ്ങനെ ഇറാൻ ഒരു പുരോഗതിയുള്ള രാജ്യമായി വരട്ടെ.